പലർക്കും അറിയുന്നതായിരിക്കും അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം. ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണമാണ് അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം. എന്തായിരുന്നു അന്നാ സെബാസ്റ്റ്യന് സംഭവിച്ചത് എന്ന് പലരും പറയുന്നത് ഹൃദയാഘാതം മൂലമായിരുന്നു അന്നാ സെബാസ്റ്റ്യൻ മരിച്ചത് എന്ന്. അതും വർക്ക് ലോഡ് കാരണമാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ അതൊന്നുമല്ല ഇതുമായി ബന്ധപ്പെടുമ്പോൾ ആ ഒരു മരണത്തിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ പറയുന്നു. വർക്ക് ലോഡോ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ ചില സുപ്രധാന കാര്യങ്ങൾ എൻ്റർപ്രണേഴ്സും അതേപോലെ തൊഴിലാളികളൊക്കെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവകാശങ്ങളും നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനെക്കുറിച്ചും ഓരോ തൊഴിലാളിയുടെയും അവകാശം നിഷേധിക്കുന്നതിനെക്കുറിച്ചും ലോകത്തെ വലിയ വലിയ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യമായിട്ട് അന്നാ സെബാസ്റ്റ്യൻ്റെ അച്ഛന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ഏതായാലും അതൊന്ന് കേൾക്കാം. അവർക്ക് കുഴഞ്ഞുകൊണ്ടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഉറക്കമില്ലായിരുന്നു, ഉറക്കം കിട്ടാറില്ലായിരുന്നു. പിന്നെ ഭക്ഷണം സമയത്ത് കിട്ടില്ല, കഴിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ വർക്കിൻ്റെ നേച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം. രാത്രി 12:30 മണി വരെ ഇരുന്ന് ജോലി ചെയ്യണം. തിരിച്ച് റൂമിലെത്തുമ്പോൾ 1:30 മണിയാകും. 1:30 മണി കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് ഇവർ ചെയ്യേണ്ടാത്ത മറ്റു വർക്കുകൾ അസിസ്റ്റൻറ്റ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവൾ പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ പറയും, അതെന്താ നിങ്ങൾക്ക് രാത്രിയിലിരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വർക്കില്ലായ്മ ഇതും കാരണമാണ്. പിന്നെ സ്ട്രെസ്സും ഇതെല്ലാം ടെൻഷനെല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് ഈ തീർത്തും അവശതയായത്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. അപ്പം അന്നേരം അവൾ പറയുമായിരുന്നു, ഇപ്പോൾ അവസാന ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലി ഭയങ്കര സ്ട്രെസ് ടെൻഷനാണ്, രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യണം, തിരിച്ചു വന്നാലും പിന്നെയും ജോലി ചെയ്യുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്ന് റിസൈൻ ചെയ്ത് വരാൻ പറയും. റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഈ വൈയിലെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പോഷർ അവൾക്ക് കിട്ടുമായിരുന്നു. അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലെ ഓഡിറ്റിങ്ങാണ് വൈ ചെയ്യുന്നത്. അപ്പോൾ അത് അവൾക്കാണെങ്കിൽ തന്നെ കുറച്ച് നാൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് അവളെ അഡ്വൈസ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടി അവൾ അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് തീരുമാനമെടുത്തു. ഞങ്ങൾ ഇവളോട് ആവശ്യപ്പെടുമായിരുന്നു റിസൈൻ ചെയ്ത് വരാനായിട്ട്. ഒരു അസിസ്റ്റൻറ്റ് മാനേജറുമാണ് വർക്ക് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാണിങ്ങനെ ഈ അസിസ്റ്റൻറ്റ് മാനേജറാണ് പറഞ്ഞത്, നിങ്ങൾക്ക് രാത്രി ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു. ഇങ്ങനെ 1:30 മണി ഇന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ചെയ്യുന്ന അവൾക്ക് എന്തെങ്കിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണോ, വർക്കില്ലെങ്കിൽ വർക്കില്ല, അങ്ങനെ ചെയ്തു തീർക്കണോ എന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി. ഏതായാലും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അവൾ എപ്പോഴും ജോലി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരം ജോലി ചെയ്യുന്നവർ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെയും ജോലി ചെയ്യാം. ഒരു പക്ഷേ നമ്മുടെ വർക്ക് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് പ്രഷർ ചെയ്യിച്ച് നമ്മളെ വർക്ക് ചെയ്യിക്കുന്നുണ്ടാവാം. ആ സമയത്തൊക്കെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മളെ തല പണയം വെക്കാം. പക്ഷേ നമ്മളെ ആരോഗ്യം പണയം വെക്കരുത് എന്നുള്ള ഒരു പ്രധാന കാര്യം ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് മുഖവിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പല കമ്പനികളിലും പല ആളുകളുടെയും സ്വപ്നങ്ങളാണ് ഒരു നല്ല ജോബ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരു ജോബിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സെക്യൂർഡാണ്, ഒരു ജോബ് കിട്ടിയാൽ സുരക്ഷിതമായി അല്ലെങ്കിൽ അത് സെറ്റിലായി എന്ന്. പക്ഷേ പലപ്പോഴും ഹൈലി പ്രൊഫഷണലായിട്ടുള്ള പല ജോലിയിലും ഒരു കമ്പനിയുടെ ജോലിക്കാരനായിട്ട് ഹൈലി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ചില ആളുകളൊക്കെ ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ചിന്ത ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ അന്നാ സെബാസ്റ്റ്യനെയൊക്കെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും അതിനു മുന്നേ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ സുഹൃത്തുകൂടെ പറയുന്നുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. വർക്ക് സ്ട്രെസ്സിനെ പറ്റി കൂടുതൽ, അതായത് സാറ്റർഡേ സൺഡേസും ഒക്കെ വർക്ക് ചെയ്ത്, അതും 16 hours ഒക്കെ, അത് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകണം, രാത്രി ഒരു ലേറ്റ് നൈറ്റ് 11:30 12 വന്നുകൊണ്ടിരുന്നത്. ചില സമയത്ത് 1 മണി രാവിലെ ആവും. അപ്പൊ ഇങ്ങനെ ആ സ്ട്രെസ് പറ്റണില്ല. ഒരു 2 മാസം ഫുൾ ടൈം ഇങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്കിംഗ് ആയിരുന്നു. ഒരു ബ്രേക്ക് പോലും ഇല്ലാണ്ട് ആണ് ആ കൊച്ചിനെ കൊണ്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നത്.
അവർക്കത് പറ്റുന്നില്ല. ഇട്ടിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ച് വീട്ടിൽ വരണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ എന്നാ സംസാരിച്ചത്? മരിച്ചെന്ന് മരിച്ചെന്ന് രാത്രിയാണ് ഞങ്ങൾ സംസാരിച്ചത്. സംസാരിക്കുമ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ രാത്രിയും ഈ സ്ട്രെസ്, ഇപ്പൊ രാത്രി ഞാൻ വിളിക്കുന്നത് ഒരു 9 മണിയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിച്ചിട്ട് വീണ്ടും ഇനി വർക്ക് കോൾ ഉണ്ട്. സാറ്റർഡേ ആണ്, ഇനിയും വർക്ക് കോൾ ഉണ്ട്. അപ്പൊ അതുണ്ട്, അപ്പൊ അത് പെട്ടെന്ന് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. പിന്നെ അഗൈൻ ഈ സ്ട്രെസ്സും വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. ജൂലൈ എൻഡില് വന്നിട്ട് ഒരു 2 വീക്സ് എങ്ങനെയെങ്കിലും വർക്ക് ഫ്രം ഹോം എടുക്കാൻ അങ്കിളും ആന്റിയും കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇവിടെ വന്നിട്ടൊരു ട്രാൻസ്ഫർ ചോദിക്കാം, ഇവിടെ ഇന്ത്യ കൊച്ചിയിലേക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അന്ന. ഈ അങ്കിളുടെ കൂടെ ഓടാനൊക്കെ പോവായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഒന്നുമില്ല. 2 ആഴ്ച മുന്നേ ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു. അപ്പം എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ചെസ്റ്റ് പെയിൻ ഒക്കെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഓർത്ത്. ഈ പണിയെടുത്ത് എനിക്ക് ഇപ്പൊ എപ്പോഴും ചെസ്റ്റ് പെയിൻ വരുവാ. എനിക്ക് സ്ട്രെസ് ലെവൽ കാരണമുള്ള ചെസ്റ്റ് പെയിൻ ആണ്. ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടർ ഗ്യാസ്ട്രോ രീതിയിലാണ് പറഞ്ഞത്, ഫുഡ് പ്രോപ്പർ അല്ല, ഉറക്കം പ്രോപ്പർ അല്ല, അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അപ്പം അത് കേട്ടപ്പം ആക്ച്വലി നമ്മൾ ECG നോർമലാണ്. ECG ഒക്കെ എടുത്തപ്പോൾ അവൾ ആക്ച്വലി പേടിച്ചു. കാരണം ഇങ്ങനെ വർക്ക് സ്ട്രെസ് കാരണം ചെസ്റ്റ് പെയിൻ വന്നുകൊണ്ടിരിക്കുക ഡെയിലി. അപ്പം അതിനു മുന്നേ ഇങ്ങനത്തെ ഇവിടെ ഒരു കുഴപ്പമില്ല, വെരി ആക്റ്റീവ്, ഭയങ്കര നല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അവള് വർക്ക് ചെയ്തിടത്തോളം കാലം അവള് മാക്സിമം എഫേർട്ടും സിൻസിയർ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ തന്നെ ജൂലൈ എൻഡിൽ വരാൻ കാരണം അവൾ വർക്ക് ചെയ്തുകൊണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ജൂലൈ എൻഡ് ആവും. അതുകൊണ്ടാണ് അവൾ ജൂലൈ എൻഡ് വരെ വെയിറ്റ് ചെയ്തത് തന്നെ. ഓക്കെ, സുഹൃത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അവളുടെ ഒരു മരണത്തിലേക്ക് എത്തിക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആ ഹൃദയാഘാതവും, എനിക്ക് ഹൃദയാഘാതം, എനിക്ക് എൻ്റെ ആരോഗ്യം. കാരണം നമ്മളെപ്പോഴും നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു വിഷയം തന്നെയാണ് പലപ്പോഴും നമ്മളെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അനിവാര്യമായിട്ട് വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യമായിട്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണം. എനിക്ക് തന്നെ അറിയുന്ന നമ്മളെ പല സുഹൃത്തുക്കളുണ്ട്, പ്രത്യേകിച്ച് പല പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന പലരും. അവരൊക്കെ പല കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന ചില പ്രഷറുകളെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് അറിയാറുണ്ട്. പലപ്പോഴും ഞാനൊക്കെ ദുബായിലുണ്ടായിരുന്ന സമയത്ത് റൂമിൽ വെച്ചുകൊണ്ട് ഞാനൊക്കെ നമ്മളെ ഒരു പ്രത്യേകിച്ച് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിലായിരുന്നു, ഞാനൊക്കെ ഒരു ബ്രാൻഡിങ് ഇൻഡസ്ട്രിയിലായിരുന്നു ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യും, ഷെയറൊക്കെ ചെയ്യുമ്പോഴും ചില സുഹൃത്തുക്കൾ വർക്കിനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും അവരൊക്കെ വലിയ പൊസിഷനിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ജോലിയിൽ സാലറി കിട്ടുന്നുണ്ടെങ്കിലും പലപ്പോഴും അവരൊക്കെ അതിനെ ഒരു ജോലി മാത്രമായിട്ട് കാണുകയും ആ ഒരു വരുമാനം കിട്ടുക എന്നുള്ള ചിന്ത മാത്രമാണ് പലപ്പോഴും പല ആളുകളുടെ അടുത്തും ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇനിയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അതിൽ എപ്പോഴും പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇതിനെ എങ്ങനെ നമുക്ക് നമ്മളെ തലയിലൂടെ നമുക്കിതിനെ വികസിപ്പിച്ചെടുക്കാം എന്നും, നാളെ ഇതുപോലത്തെ ഒരുപക്ഷേ നമ്മളൊരു വലിയ ബിസിനസ്മാൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ഈ സമയങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ മൊട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ തയ്യെങ്കിലും നമ്മൾ നട്ടു തുടങ്ങണം. ഒരിക്കലും ഒരാളുടെയും ജോലി എന്ന് പറയുന്നത് സുരക്ഷിതമല്ല, നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പലപ്പോഴും പല മുതലാളിമാരും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചില കമ്പനികളിലെ മുതലാളിമാരൊക്കെ പ്രത്യേകിച്ച് ഗൾഫിലുള്ള പ്രത്യേകിച്ച് അത് മല്ലു മുതലാളിമാരാണെങ്കിൽ, ബോസ്മാരാണെങ്കിൽ അവർ ചിന്തിക്കാറുണ്ട്, എന്താ അറിയോ, ഞാൻ ജോലി കൊടുത്തിട്ടാണ് അവൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്ന്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, യഥാർത്ഥത്തിൽ ഒരു മുതലാളി ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. അവന് ജോലി ചെയ്തിട്ടാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നത്, എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത്. എപ്പോഴും തൊഴിലാളികളുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പല മൾട്ടിനാഷണൽ കമ്പനികളും അവരുടെ വിജയം ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും അവരുടെ ഷെയർ വാല്യൂ ഉയരങ്ങളിലേക്ക് കുതിച്ചു പായുമ്പോഴും അവരൊക്കെ ചിന്തിക്കാത്ത ചില കാര്യങ്ങളുണ്ട്.
ഒരുപാട് ആളുകളുടെ വിയർപ്പിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ ഷെയർ വാല്യൂയും ഇന്ന് ഇത്രയും വലിയ കമ്പനി നേട്ടം എത്തിപ്പെടുമ്പോഴൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വേൾഡ് ലോ പ്രകാരം ലേബർ ലോയും അതേപോലെ തന്നെ പലപ്പോഴും ലേബറിനും വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പല വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ പോലും ഈ നിയമം അംഗീകരിച്ച് വർക്ക് ചെയ്യിക്കാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചോദ്യചിഹ്നമാണ്. പല തൊഴിലാളികൾക്കും ഇതേക്കുറിച്ച് ബോധമുണ്ടായിട്ടും അവരതേക്കുറിച്ച് സംസാരിക്കാറില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ജോലി എന്നുള്ളത് മാത്രവും. ബിസിനസ്മാൻ ചിന്തിക്കുന്നത് എൻ്റെ ബിസിനസ് എന്ന് മാത്രമാണ്. പല സമയങ്ങളിലും ബിസിനസ്മാന് എത്രമാത്രം സ്വന്തം തൊഴിലാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നുവോ ആ രാജ്യത്ത് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ആരോഗ്യമുള്ള മനുഷ്യരെ സൃഷ്ടിക്കപ്പെടാൻ കഴിയും. അതിന് നമ്മൾ കൂടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, കരയുന്ന കുട്ടിക്ക് പാലുണ്ടാവുമെന്ന്. യഥാർത്ഥത്തിൽ സത്യമാണ്. നമ്മൾ പല കമ്പനികളും നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, നമ്മളെ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് നാളെയും ജോലി ചെയ്യാൻ കഴിയൂ എന്ന്. പക്ഷേ അവിടെയൊക്കെ മുതലാളി ചിന്തിക്കുന്നത് ഇവനല്ലെങ്കിൽ നാളെ എനിക്ക് മറ്റൊരാളുണ്ട് എന്ന്. അതേസമയം ഈ തൊഴിലാളിയും ചിന്തിച്ചു തുടങ്ങണം, എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലിയുണ്ട് എന്ന്. പലപ്പോഴും പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളൊരു ജോലിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഉയർന്ന മറ്റൊരു കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്ന തൊഴിൽ, നമുക്ക് കുറച്ചുകൂടെ സമയം കുറഞ്ഞു കിട്ടുന്ന ജോലി, അതിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള സാലറി, അതേ കൂടെ നമുക്ക് ഏറ്റവും ഫ്രീഡത്തോടെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി, ഇങ്ങനെ ആയിരിക്കണം ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഉയർന്ന് ചിന്തിക്കേണ്ടത്. ചില ആളുകളൊക്കെ ഒരു ജോലിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സാലറി കുറവായിരിക്കും. ആ ഒരു സമയത്ത് വളരെയധികം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ അധികം സമയം ജോലിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിലെ ഒരു വലിയ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലേ, നമ്മളെപ്പോഴും ഒരു ജോലിയിൽ എപ്പോഴും നമ്മുടെ സാലറി മാത്രം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പറ്റുന്ന ചില മിസ്റ്റേക്ക് കൂടെ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കാറില്ല. എനിക്കൊരുപാട് പണം കിട്ടും, ഞാൻ എങ്ങനെയും പണിയെടുക്കാം എന്നുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നമ്മളെപ്പോഴും ചിന്തിക്കണം. ലോകത്ത് വലിയ വലിയ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടവരൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്ത് 100% മനുഷ്യരിൽ വെറും 5% ആളുകൾ മാത്രമാണ് ലോകത്ത് വിജയം വരിച്ചവർ. പക്ഷേ ഈ 100%-ൽ 5% ആളുകളും ജോലി ചെയ്തവരായിരുന്നു. പക്ഷേ അവർ ഈ ജോലിയുടെ കൂടെ സ്വന്തം ബിസിനസ് ചിന്താഗതി കൂടെ വളർത്തിയത് കൊണ്ടാണ് ഇന്ന് അവർ ലോകത്തൊക്കെ വലിയ ഉന്നതങ്ങൾ കരസ്ഥമാക്കപ്പെട്ടത്. നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ലോകത്തെ റിലയൻസിൻ്റെ ഓണറായിട്ടുണ്ടായിരുന്ന ധീരുഭായ് അംബാനി, അദ്ദേഹം ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ആ മനുഷ്യനെ പലരും സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നവരും ഒരേ സമയം ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക്, അതും ബസറയിലായിരുന്നു അന്ന് ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് മറ്റ് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ റിഫൈനറി വേണം എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഇന്ന് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ റിഫൈനറിയുടെ ഉടമയായി 2020 കാലഘട്ടം വന്നപ്പോൾ. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവം? അന്ന് ആ ധീരുഭായ് എന്ന് പറയുന്ന ആ മനുഷ്യന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക സുഹൃത്തുക്കൾ കളിയാക്കിയ സമയത്ത് പലരും പല ഉയർന്ന ജോലിയിലേക്കും ഒക്കെ പോയി അത്തരത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോഴേ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് ചിന്താഗതി മാത്രമായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബസറയിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന് ഈ ധീരുഭായ്ക്ക് ഒരു പ്രൊമോഷൻ നൽകുകയാണ്. ആ പ്രൊമോഷൻ നൽകിയ സമയത്ത് ചോദിച്ചു, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പ്രൊമോഷൻ? അപ്പോൾ ധീരുഭായ് അംബാനിയോട് പറഞ്ഞു, നിങ്ങളുടെ ജോലിയിൽ നല്ല കാഴ്ച വെച്ചത് കൊണ്ടാണ് എന്ന്. പക്ഷേ പലപ്പോഴും അയാളുടെ ആരോഗ്യം എത്രമാത്രം നന്നായിട്ടുണ്ട് എന്ന് ഇത്തരം മുതലാളിമാർ ചിന്തിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു,
എനിക്ക് ഇത്രയും വലിയ കഴിവും പെർഫോമൻസും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ജോലി വലിച്ചെറിഞ്ഞ്, അതുതന്നെയായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറിയുടെ, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ വലിയ കമ്പനികളിലൊരു കമ്പനിയായി മാറാൻ റിലയൻസിന് കഴിഞ്ഞത്. ഇന്ന് നമ്മൾ കാണുന്ന റിലയൻസിൻ്റെയും അംബാനിയുടെ മക്കളുടെ വളർച്ചയൊക്കെ ഇത്തരത്തിൽ എത്തിപ്പെടുത്തപ്പോൾ ഇതിന് പിറകിലൊക്കെ വലിയ വലിയ ശക്തമായ കൈകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഇതേപോലെ തന്നെ ദുബായ് ഷെയ്ഖായ റാഷിദ് അൽ മക്തൂമിനോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാവിയിലെ ദുബായ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇനി വരാനിരിക്കുന്ന എൻ്റെ ദുബായിയുടെ ഭാവിയിൽ എൻ്റെ മക്കളൊക്കെ ഒരു പക്ഷേ എൻ്റെ ആദിമ കാലഘട്ടത്തേക്ക് ഞാൻ പറയാം. ആദിമ കാലഘട്ടത്തിൽ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദുബായിയെ വളർത്തിയെടുത്തത്. അവർ ആഹോരാത്രം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നവർ വീണ്ടും അവർ കാഡിലാക്കിലേക്കൊക്കെ മാറി. എങ്കിലും ഇന്ന് ഞാൻ വളരെ വലിയ സമ്പന്നനായിട്ടും ലോകത്തെ ഏറ്റവും വില കൂടിയ കാറിലും സഞ്ചരിക്കുമ്പോഴും എൻ്റെ താഴേക്കുള്ള ഇനി വരും തലമുറ പണിയെടുക്കാത്തത് കൊണ്ട്, എൻ്റെ കൂടെയുള്ള എൻ്റെ താഴേക്കുള്ള മറ്റ് രാജാക്കന്മാർ പണിയെടുത്തിട്ടില്ലെങ്കിൽ നാളെ ഇത് നിലനിൽക്കില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ പലപ്പോഴും അവിടെയും ജോലിക്കാരനായിട്ട് അല്ലെങ്കിൽ പണിയെടുക്കുക എന്നത് യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പകച്ചു പോകുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ചാലഞ്ചിങ് ഏറ്റെടുക്കുന്നവർക്കുള്ളതാണ്. നമ്മളൊരു ജോലിയിൽ തുടർന്ന് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഞാൻ എന്നോടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളെപ്പോഴും ഒരു ഉയർന്ന ചിന്താഗതിയിലൂടെ മാത്രം നമ്മളെ ജോലിയെ കാണണം. നാളെ നമ്മൾ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്നും ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നാളെ എൻ്റെ നിലനിൽപ്പ് ഈ കമ്പനിയാണ് എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും, പരാജയപ്പെട്ടു പോവും. നമ്മുടെ വയസ്സായ വാർദ്ധക്യകാലത്ത് നമുക്ക് ആരോഗ്യമുണ്ടാവില്ല. നമുക്ക് ആരോഗ്യമുള്ള ജീവിതം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഉയർന്ന ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്നും പണിയെടുത്ത് ജീവിക്കാം. അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തെങ്കിലും ജീവിക്കാം. ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിലും നമ്മൾ അതേസമയം പണിയെടുത്ത് ജീവിക്കുകയാണെങ്കിലും നമുക്ക് ആരോഗ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മളെ ഈ കമ്പനി, എൻ്റെ ജോലി, MNC ജോബ് എന്ന് പറയുന്ന ഇത് മാത്രം ചിന്താഗതി മാത്രം ഉള്ളത് കൊണ്ടും അതിൻ്റെ പ്രൊമോഷനെക്കുറിച്ചും കമ്പനി നമ്മളെ മാക്സിമം പണിയെടുപ്പിക്കുകയാണ് എന്നും മാത്രം ചിന്തിച്ചത് കൊണ്ടും ഈ EY എന്ന് പറയുന്ന കമ്പനിയിൽ അന്ന സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ കറവ പശുവായി മാറുകയായിരുന്നു. നമുക്കറിയാമല്ലോ, കറവ പശുവിനെ ഒരുപാട് കറന്ന് അവസാനം പാലെല്ലാം കഴിയുമ്പോൾ ആർക്കും വേണ്ടി വരില്ല, ചണ്ടിയായിട്ട് ഒഴിവാക്കപ്പെടും. പിന്നീട് വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരിക്കും. പിന്നീട് അതിനെ അറവ് മാടിന് വിട്ടുകൊടുക്കും. ഇതേപോലെ തന്നെയാണ് പല ആളുകളും ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരല്ലാത്ത സാഹചര്യം വരുന്നത് കൊണ്ടാണ് അന്ന സെബാസ്റ്റ്യനെ പോലുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്ക് വരുന്നത്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ആരോഗ്യം നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ആ സ്വപ്നങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ബിസിനസ്മാൻമാർ അവരുടെ സ്വപ്നങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളികളെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും അവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട്. പലരുടെയും ജീവിതങ്ങൾ ഇല്ലാതെയാക്കിയത് കൊണ്ട് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ കീഴടക്കുന്നത്. MR പോലത്തെ വലിയ വലിയ പ്രോജക്റ്റുകൾ എമിറേറ്റ്സിൽ റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരുപാട് തൊഴിലാളികൾ അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം നമുക്കറിയാവുന്നതായിരിക്കും, ഈജിപ്തിലെ ഫറോവമാരുടെ ശവകുടീരങ്ങൾ അതൊക്കെ നിർമ്മിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ട് നിർമ്മിച്ച ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകാത്ഭുതങ്ങൾ. അതിൻ്റെ പിറകിലൊക്കെ ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും ത്യാഗങ്ങളാണ്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടെങ്കിലും
അതിനൊക്കെ ഇന്നും പേരെടുക്കുന്നത് ആ ഫറോവമാർ മാത്രമാണ്. ഇന്നും ലോകത്ത് മുതലാളിത്തം അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ സിമ്പൽ കൂടിയാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം ഈ ഒരു ടോപ്പിക്ക് ഒരിക്കലും ഇവിടെ അവസാനിക്കുന്നില്ല. ഞാൻ വരും സമയങ്ങളിൽ ഇനിയും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. ഒരിക്കലും ഒരു ജോലിയും സുരക്ഷിതമല്ല. നമ്മൾ എന്നാണോ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോടുകൂടി നമ്മൾ എന്നും ഈ കമ്പനിയിൽ മാത്രം എനിക്ക് ഈ കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ഉണ്ട് എന്നും മുതലാളി എനിക്ക് ഈ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാഫ് ഉണ്ട് എന്നും അവന് പണിയെടുത്തിട്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത് എന്ന് മുതലാളിമാർ ചിന്തിക്കുന്നു, അന്ന് മുതൽക്ക് അന്നാ സെബാസ്റ്റ്യനെ പോലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് വലിയ പാഠമാണ്. ഒരിക്കലും നമ്മൾ ഈ സമൂഹം പാഠം പഠിക്കണം. വലിയ വലിയ ബിസിനസ്മാൻമാരൊക്കെ എപ്പോഴും മനുഷ്യത്വത്തിൻ്റെ കരങ്ങൾ കൂടെ പിടിച്ച്, അതേസമയം ഈ ജോലി ചെയ്യുന്നവർ എപ്പോഴും നമ്മുടെ ആരോഗ്യം കൂടെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുക. ഏതായാലും ഇത്തരത്തിൽ അനുഭവങ്ങളൊക്കെ ഉള്ള പലരും ഉണ്ടാവും. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം.